ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കോമേഴ്സ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ലിറ്റിൽ കൈസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളെ ലിറ്റിൽ കൈസിൻ്റെ പാർട്ട് 1-ൻ്റെയും 2-ൻ്റെയും വീഡിയോ കാണാത്തവർക്ക് വേണ്ടി കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മൾ വീഡിയോയുടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടും അതിന് മുമ്പത്തെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തതും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ആദ്യം തന്നെ നന്ദി പറയട്ടെ. പിന്നെ നമ്മുടെ ചാനലിൽ ലിറ്റിൽ കൈസിനെ ഇനിയും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മലയാളം ഫോണ്ട്? തന്നിരിക്കുന്നതിൽ ഏതാണ് മലയാളം ഫോണ്ട് അല്ലാത്തതെന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ആയിട്ട് വന്നിരിക്കുന്നത് ലോഹിത് മലയാളം, ഓപ്ഷൻ ബി രോഹിത് മലയാളം, ഓപ്ഷൻ സി രഘു മലയാളം, ഓപ്ഷൻ ഡി രചന. ഈ രചന എന്നുള്ളത് മലയാളം ഫോണ്ടാണെന്നുള്ളത് മിക്ക കൂട്ടുകാർക്കും അറിയാവുന്നതാണ്. ഈ രചന എന്ന് പറയുന്നത് മലയാളം ഫോണ്ടാണെന്ന്. ബാക്കിയവ മൂന്നെണ്ണം നമ്മൾ നോക്കിയാൽ നമുക്ക് നോക്കാം. മൂന്നെണ്ണത്തിൽ ലോഹിത് മലയാളം, രോഹിത് മലയാളം, രഘു മലയാളം. അപ്പോൾ ഇതിനകത്ത് ഏതായിരിക്കും? ഒന്ന് ഊഹിച്ച് പറയാൻ പറ്റുമെങ്കിൽ ഒന്ന് പറയുക. അപ്പോൾ നമ്മൾ ഉത്തരത്തിലേക്ക് കിടക്കാണ്. രോഹിത് മലയാളമാണ് ഉത്തരമായിട്ട് വരുന്നത്. നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഇട്ടേക്കണമെന്നുള്ളൂ കേട്ടോ. ഇതിപ്പോൾ എങ്ങനെ വേണമെങ്കിലും ആയിരിക്കാം. കാരണം ഈ രോഹിത് മലയാളം എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് സംഭവം ഇല്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ടു എന്നുള്ളൂ, ഈ ലോഹിത് മലയാളമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം മലയാളം സ്ക്രിപ്റ്റുകൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കാം. അതായത് ലോഹിത് മലയാളം ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞത്, രഘു മലയാളം, രചന. ഈ മൂന്നെണ്ണം ഒന്ന് മെയിനായിട്ട് ഓർത്തിരിക്കുക. പിന്നെ റോണി ഉണ്ട്, മീര, കല്യാണി. ഇത് രണ്ടും മലയാളം, അതായത് ടോട്ടൽ 5 മലയാളം ഫോണ്ടുകളിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ നമ്മുടെ കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ഗായത്രി എന്ന് പറയുന്ന ഒരു മലയാളം ഫോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ എക്സ്ട്രാ നോളജായിട്ട് പഠിച്ചിരിക്കുക. അതായത് ഗായത്രി എന്ന് പറഞ്ഞ ഫോണ്ട് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് മലയാളം ഫോണ്ട് ഗായത്രി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം ഓർത്തിരിക്കുക, മഞ്ചരി എന്ന് പറയുന്ന ഒരു മലയാളം ഫോണ്ട് കൂടി ഉണ്ട്. അത്ര നിങ്ങൾ ജസ്റ്റ് എക്സ്ട്രാ ആയിട്ട് ഒന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ? അപ്പോൾ ഇത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏതാണ് പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ അല്ലാത്ത ഏതാണ് ചോദിച്ചിരുന്നത്? എല്ലാവർക്കും മനസ്സിലായിരുന്നായിരിക്കണം. അപ്പോൾ നമുക്ക് ഓപ്ഷൻസിലേക്ക് കിടക്കാം. ഓപ്ഷൻ എ ആയിട്ട് തന്നിരിക്കുന്നത് മാജിക് പോയിന്റ്, ഓപ്ഷൻ ബി കാലിഗ്ര സ്റ്റേജ്, ഓപ്ഷൻ സി ജി ന്യൂമറിക്, ഓപ്ഷൻ ഡി മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്. നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഉത്തരം കണ്ടുപിടിക്കാവുന്ന ഒരു ചോദ്യമാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് ഉത്തരം കണ്ടുപിടിച്ച് വയ്ക്കുക. ഞാൻ കുറച്ച് സമയം തരാം. സമയം തീർന്നു. നമുക്കൊന്ന് നോക്കാം. ഞാൻ തന്നെ പറയാം. അതായത് മാജിക് പോയിന്റ്, അതേപോലെ തന്നെ കാലിഗ്ര സ്റ്റേജ്, മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്. ഇത് മൂന്ന് നോക്കുമ്പോൾ ഒരു സാമ്യത പോലെ തോന്നിക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഓട് വണ്ണായിട്ട് നിൽക്കുന്നത് ഈ ജി ന്യൂമറിക്കാണ്. അതായത് നമുക്ക് നോക്കുമ്പോൾ തന്നെ ഒരു മാത്തമാറ്റിക്കിൻ്റെ രീതിയിലുള്ള പേരാണ് ഈ ജി ന്യൂമറിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതൊരു സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ്. ഈ ജി ന്യൂമറിക് എന്ന് പറയുന്നത് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ്. അതായത് ലിബർ ഓഫീസ് കാൽക്കൊക്കെ പോലെ തന്നെ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ് ഈ ജി ന്യൂമറിക്. ബാക്കിയുള്ളതൊക്കെ ഒരു പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ആണ്. അതായത് മാജിക് പോയിന്റ്, കാലിഗ്ര സ്റ്റേജ്, മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്. അപ്പോൾ ഉത്തരമായിട്ട് വരുന്നത് ജി ന്യൂമറിക് ആണെന്ന് ഒന്ന് ഓർത്തിരിക്കുക. അതൊരു സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ്. ബാക്കി ഉള്ള മാജിക് പോയിന്റും കാലിഗ്ര സ്റ്റേജും മൈക്രോസോഫ്റ്റ് പവർ പോയിന്റും ഒരു പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ആണ്. നമുക്കപ്പോൾ ഇതിൻ്റെ ലോഗോ ചെക്ക് ചെയ്തേക്കാം. ജി ന്യൂമറിക്കിൻ്റെ ലോഗോ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അവിടെ ഒരു പൈൻ്റെ ചിഹ്നം കൊടുത്തിട്ടുണ്ട്, പൈ ഡയഫ്രത്തിൻ്റെ ഒരു ചിഹ്നം കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു സ്പ്രെഡ്ഷീറ്റിൻ്റെ പോലത്തെ ഒരു ചിഹ്നം കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും ഉള്ളതാണ് ഒരു ജി ന്യൂമറിക്കിൻ്റെ ചിഹ്നം. നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ
ബുക്കിൽ അതുമില്ല, നിങ്ങൾ മെമ്മറി സൂക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ മെമ്മറി സൂക്ഷിക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. അപ്പോൾ അടുത്തതായിട്ട് എടുക്കുന്നത് മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റിൻ്റെ ലോഗോയാണ്. മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ് മിക്കവർക്കും അറിയാവുന്ന ഒരു പ്രശസ്തമായ കമ്പനിയാണ് മൈക്രോസോഫ്റ്റ്. അപ്പോൾ മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റിൻ്റെ ലോഗോ എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോവുകയാണ്. പിന്നെ ഇതാണ് മാജിക് പോയിൻറ്റിൻ്റെ ലോഗോ ആയിട്ട് വരുന്നത്, നോക്കുക. അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ ഇടയിൽ പറയണമെന്ന് വിചാരിച്ച ഒരു കാര്യം തന്നെയാണ് നമ്മൾ പറയണത്. അതായത് നമ്മുടെ വീഡിയോയിൽ താഴെ കമൻറ്റ് ബോക്സിൽ പല അഭിപ്രായങ്ങളും നമ്മുടെ വീഡിയോനെ പറ്റി എല്ലാവരും ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്, അതായത് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടണ അഭിപ്രായത്തിന് തൊട്ട് താഴെയായിട്ട് ഒരു ക്വസ്റ്റ്യൻ, ഒരു നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടോ തോന്നണത്, അതായത് കൂടുതലും നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ചോദ്യങ്ങൾ ആണ് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ചോദ്യമായിരിക്കും കൂടുതലും നല്ലത്. പിന്നെ അത്രയ്ക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ജനറൽ നോളജ് ആയാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് അറിയില്ലെങ്കിലും ആ ചോദ്യം നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇടുക. അപ്പോൾ കമൻറ്റ് വായിച്ച് നോക്കണ കൂട്ടുകാർക്ക് അത് ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കുക. ഓരോ ചോദ്യം വെച്ച് നിങ്ങളുടെ അഭിപ്രായത്തിന് താഴെ ഒരു ചോദ്യം, അല്ലെങ്കിൽ അഭിപ്രായമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ചോദ്യം ഇട്ട് വയ്ക്കുക. അപ്പോൾ വായിക്കണ കൂട്ടുകാർക്കൊക്കെ ഉപകാരപ്പെടും. പിന്നെ നല്ല ചോദ്യങ്ങളാണെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ ആ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഇത്ര നേരം പഠിപ്പിച്ചതൊക്കെ നിങ്ങൾ പഠിച്ചു എന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തു, അല്ല ബുക്കിൽ എന്തെങ്കിലും സ്ഥലത്ത് നോട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഫസ്റ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ, ആദ്യത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആരാണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കാം. ആഡ ലവ്ലേസ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ആഡ ലവ്ലേസ്, അതായത് ചാൾസ് ബാബേജിൻ്റെ ശിഷ്യയാണ് ഈ ആഡ ലവ്ലേസ്. ഒരു മാത്തമാറ്റീഷ്യയാണ് ഈ ആഡ ലവ്ലേസ്. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക, ഫസ്റ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ഈ ആഡ ലവ്ലേസ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ ഫുൾ ഫോം ഓഫ് യു എസ് പിയുടെ ഫുൾ ഫോം എന്താണ്? അത് നമ്മൾ USB പല ആവശ്യങ്ങൾക്ക് നമ്മൾ ലാപ്ടോപ്പിലായാലും കമ്പ്യൂട്ടറിലായാലും അതേപോലെ ഇപ്പം മൊബൈൽ ഫോണിലായാലും നമ്മൾ USB പല ആവശ്യങ്ങൾക്കും കണക്ട് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ USB-യുടെ ഫുൾ ഫോം എന്താണെന്നാണ് നമ്മുടെ ചോദ്യം. ഫുൾ ഫോം ഓഫ് USB. അപ്പോൾ നമുക്ക് നോക്കാം എന്താ സംഭവം എന്ന്. അതായത് യൂണിവേഴ്സൽ സീരിയൽ ബസ്സാണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ബസ് എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ബസ്സോ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ സംഭവം ഇതാണ്, യൂണിവേഴ്സൽ സീരിയൽ ബസ്. നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റണത് തന്നെയാണ്. കാരണം ഇങ്ങനെ ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു കാര്യം ഇതിനകത്തുണ്ട്, യൂണിവേഴ്സൽ സീരിയൽ ബസ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇനി അടുത്ത ചോദ്യത്തിൽ കിടക്കാം. അടുത്ത ചോദ്യം ഇതിൽ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതായത് ജനറൽ നോളജ് വിഭാഗത്തിൽ വരുന്ന ഒരു ചോദ്യമാണ് സംഭവം. നമുക്ക് നോക്കാം. ISRO വികസിപ്പിച്ചെടുത്ത ഗൂഗിൾ മാപ്പിന് സമാനമായ സോഫ്റ്റ്വെയർ ഏത്? അതാണ് നമ്മുടെ ചോദ്യം. അതായത് ഗൂഗിൾ മാപ്പ് നമ്മൾ എല്ലാവരും മിക്കവരും ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ ഗൂഗിൾ മാപ്പ്. ലൊക്കേഷൻ എവിടെയൊക്കെയാണ് നമുക്ക് സ്ഥലം, ഇപ്പോൾ എവിടെ കടകളിലേക്ക് പോകണം, അങ്ങനെയൊക്കെ സംഭവത്തിന് വേണ്ടി നമ്മൾ ഓരോ പ്ലേസിലേക്ക് പോകണം, ഗൂഗിൾ മാപ്പ് വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കും. അങ്ങനെ സെർച്ച് ചെയ്യുന്ന നമ്മുടെ ISRO ഡെവലപ്പ് ചെയ്തത്, അതായത് ഗൂഗിൾ ഡെവലപ്പ് ചെയ്തതാണ് ഗൂഗിൾ മാപ്പ്. അപ്പോൾ ഈ ISRO ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയർ ഏതാണ്? ഗൂഗിൾ മാപ്പിന് സമാനമായി ISRO ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയർ ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം. നമുക്ക് ഉത്തരത്തിലേക്ക് കിടക്കാം. ഉത്തരമായിട്ട് വരുന്നത് ഭുവൻ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഭുവൻ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ISRO വികസിപ്പിച്ചെടുത്ത ഗൂഗിൾ മാപ്പിന് സമാനമായ ഒരു സോഫ്റ്റ്വെയർ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ഭുവൻ്റെ ലോഗോ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ഫസ്റ്റ് സൈബർ നോവൽ ഇൻ മലയാളം. ഫസ്റ്റ് സൈബർ നോവൽ ഇൻ മലയാളം, ഇത് പല കൂട്ടുകാർക്കും അറിയാൻ സാധ്യത ഉണ്ടാവില്ല. നമ്മുടെ ഒരു ജനറൽ നോളജ് വിഭാഗത്തിൽ വന്ന ഒരു ചോദ്യം തന്നെയാണ് ഇതും. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം ഏതാണെന്ന്. നൃത്തമാണ് ഉത്തരമായിട്ട് വരുന്നത്. നൃത്തമാണ് ഫസ്റ്റ് സൈബർ നോവൽ, മലയാളം നോവൽ ആയിട്ട് വരുന്ന. സംഭവം എന്താണെന്ന് വെച്ചാൽ നൃത്തം എന്ന് പറയുന്നത് M. മുകുന്ദൻ്റെ ഒരു കൃതിയാണ് നൃത്തം എന്ന് പറയുന്നത്. അതായത് M. മുകുന്ദന് എഴുത്തച്ഛൻ പുരസ്കാരമൊക്കെ ലഭിച്ചിരുന്നു. ഈ കൃതിക്കല്ല കേട്ടോ,
ഇതിപ്പോൾ ഫസ്റ്റ് സൈബർനോവലാണ് സംഭവം നൃത്തം എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, നൃത്തം. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് സ്പ്രെഡ്ഷീറ്റ്? താഴെ തന്നിരിക്കുന്നതിന് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. മൈക്രോസോഫ്റ്റ് എക്സല്, ജി ന്യൂമറിക്, ലിബർ ഓഫീസ് കാൽക്ക്, കാലിഗ്ര സ്റ്റേജ്. ഇതും നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു ചോദ്യം തന്നെയാണ് സംഭവം. നമ്മുടെ വീഡിയോയിൽ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ ഇതിനുള്ള ക്ലൂ തന്നിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ബുദ്ധിശക്തി ഉണ്ടെന്ന് നമുക്ക് പരീക്ഷിച്ച് നോക്കാം. നിങ്ങൾക്ക് ഞാൻ കുറച്ച് സമയം തരാം ഇതിന് ഉത്തരം കണ്ടുപിടിക്കാൻ. അതായത് ഓപ്ഷൻ എ തന്നിരിക്കുന്ന മൈക്രോസോഫ്റ്റ് എക്സലാണ്, ഓപ്ഷൻ ബി ജി ന്യൂമറിക്, ലിബർ ഓഫീസ് കാൽക്ക്, കാലിഗ്ര സ്റ്റേജ്. ക്വസ്റ്റ്യൻ ഒന്ന് ഞാൻ പറയാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓക്കെ, അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് കിടക്കാം. അപ്പോൾ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നമ്മുടെ വീഡിയോയിൽ ഏറ്റവും ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഈ ചോദ്യം. ഈ ചോദ്യം തന്നെയല്ല, ഈ ചോദ്യത്തിന് ഒരു മോഡലായിട്ട് അത് വായിച്ചാൽ അത് പഠിച്ച ഒരാൾക്കാണെങ്കിൽ ഇതിന് ഉത്തരം എഴുതാൻ പറ്റും. അപ്പോൾ ഒന്ന് നോക്കാം നമുക്ക്. മൈക്രോസോഫ്റ്റ് എക്സല്, ജി ന്യൂമറിക്, ലിബർ ഓഫീസ് കാൽക്ക്. ഇത് മൂന്നും തന്നെ നമ്മൾ ഈ ജി ന്യൂമറിക് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതാണ്. അതിൻ്റെ ലോഗോ കാണിച്ചു തന്നിരുന്നു ഒരു സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണെന്ന്. അതേപോലെ മൈക്രോസോഫ്റ്റ് എക്സൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. മൈക്രോസോഫ്റ്റ് എക്സൽ ഒരു സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ്. ലിബർ ഓഫീസ് കാൽക്കും ഒരു സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ്. ഈ കാലിഗ്ര സ്റ്റേജ് എന്നുള്ളത് പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ഏതായിരുന്നു എന്നായിരുന്നു നമ്മുടെ ആദ്യത്തെ ചോദ്യം. ആ ചോദ്യത്തിൽ നമ്മൾ ഈ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കാലിഗ്ര സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ചോദ്യം കണ്ടിരുന്നവർക്ക് ഈ ചോദ്യം പെട്ടെന്ന് ഉത്തരം എഴുതാൻ പറ്റും. അപ്പോൾ എല്ലാവരും നല്ല മിടുക്കരായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് കിടക്കാം. ഉത്തരമായിട്ട് വരുന്നത് കാലിഗ്ര സ്റ്റേജാണ്. അപ്പോൾ കാലിഗ്ര സ്റ്റേജിൻ്റെ ലോഗോയാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. ഒന്ന് ജസ്റ്റ് നോക്കുക. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നത് മൈക്രോസോഫ്റ്റ് എക്സലാണ് വേറൊരു ഓപ്ഷൻ. നമ്മൾ ഓപ്ഷൻസിൻ്റെ ഒക്കെ ലോഗോ കാണിച്ചു പോകുന്നത് ഈ ലോഗോ തന്നിട്ടും ലിറ്റിൽ കൈറ്റ്സ് എക്സാമിനേഷൻ ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ ലോഗോയും അതേപോലെ തന്നെ നമ്മൾ പറയണ ജി ന്യൂമറിക്കും അതേപോലെ കാലിഗ്ര സ്റ്റേജ് അതിൻ്റെയൊക്കെ ലോഗോ നമ്മൾ കാണിക്കുന്നത്. ഭുവൻ്റെ ലോഗോ നമ്മൾ കാണിച്ചിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഡാഷ് ഡയഗ്രാം പ്രസൻസ് ഡേറ്റ ഇൻ സർക്കുലർ ഫോർമാറ്റ് ഇൻ കാൽക്ക്. നമ്മുടെ ലിബർ ഓഫീസ് കാൽക്കിൽ സർക്കുലർ ഫോർമാറ്റിൽ ഡേറ്റ കാണിക്കുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഇപ്പോൾ ബാർ ഗ്രാഫ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവാം. അതേപോലത്തെ ഉള്ള രീതിയിൽ സർക്കിളായിരിക്കും അത് നമുക്ക് 7ാം ക്ലാസ്സിൽ മാത്തമാറ്റിക്സിൽ പഠിക്കാനുള്ള ഇതാണ്. സർക്കിൾ വരച്ചിട്ട് അത് ഡിവൈഡ് ചെയ്ത് നമ്മൾ ഡേറ്റ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഉത്തരം എന്താണെന്ന്. പൈ ഡയഗ്രാം ആണ് ഉത്തരമായിട്ട് വരുന്നത്. പൈ ഡയഗ്രാം ഡാഷ് ഡയഗ്രാം പ്രസൻസ് ഡേറ്റ ഇൻ സർക്കുലർ ഫോർമാറ്റ് ഇൻ കാൽക്ക്. ഉത്തരമായിട്ട് വരുന്നത് പൈ ഡയഗ്രാം ആണ്. ഓർത്തിരിക്കുക, പൈ ഡയഗ്രാം. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഫുൾ ഫോം ഓഫ് PDF എന്താണ്? അതായത് PDF-ൻ്റെ ഫുൾ ഫോം എന്താണ്? അതാണ് നമ്മുടെ അടുത്ത ചോദ്യം. അപ്പോൾ നമ്മൾ നിത്യജീവിതത്തിൽ പല ആവശ്യങ്ങൾക്കും PDF ഫയൽ ഫോർമാറ്റിലുള്ള ഫയൽസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം PDF-ൻ്റെ ഫുൾ ഫോം എന്താണെന്ന്. പോർട്ടബിൾ ഡോക്യുമെൻ്റ് ഫോർമാറ്റ് എന്നുള്ളതാണ് PDF-ൻ്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. പോർട്ടബിൾ ഡോക്യുമെൻ്റ് ഫോർമാറ്റ്. ഓർത്തിരിക്കുക, പോർട്ടബിൾ ഡോക്യുമെൻ്റ് ഫോർമാറ്റ്. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഇൻ ലിബർ ഓഫീസ് കാൽക്ക് ഈച്ച് റെക്റ്റാങ്കുലർ സ്പേസ് ഈസ് നോൺ ആസ്. അതായത് നമ്മുടെ ലിബർ ഓഫീസ് കാൽക്ക് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ കുറേ റെക്റ്റാങ്കുലർ ഇങ്ങനെ റോസും കോളംസും വരുന്നുണ്ട്. അപ്പോൾ ഈ റെക്റ്റാങ്കുലർ റോസിനെയും കോളംസിനെയും കോമൺ ആയിട്ട് ഒരു പേരിലാണ് അറിയപ്പെടുന്നത്. ആ ചാപ്റ്ററിൽ IT വിക്ടേഴ്സിൻ്റെ വീഡിയോയിൽ ആ സാറ് പറയുന്നുണ്ടായിരുന്നു നന്നായിട്ട്. അപ്പോൾ ഈ ലിബർ ഓഫീസ് കാൽക്കിൽ നമ്മുടെ ആ ജാലകം തുറന്നു വരുമ്പോൾ തന്നെ
നമുക്ക് ദൃശ്യമാവുന്ന റെക്റ്റാങ്കുലർ ബോക്സസിന് വിളിക്കുന്ന പേരെന്താണെന്നാണ് നമ്മുടെ ചോദ്യം. നമുക്ക് നോക്കാം. ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ സ്ലൈഡ്, ഓപ്ഷൻ ബി സെല്ല്, ഓപ്ഷൻ സി ഫോൾഡർ, ഓപ്ഷൻ ഡി കോളം. അപ്പോൾ സ്ലൈഡ് എന്തായാലും അല്ലാതെ നമുക്ക് എല്ലാവർക്കും അറിയാം, അതിനെ വിളിക്കുന്നത് സ്ലൈഡ് എന്നായിരിക്കില്ല. സ്ലൈഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ പ്രസൻറ്റേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് സംഭവം സ്ലൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോൾഡർ ഒരിക്കലും ആവില്ല. ഫോൾഡർ എന്ന് പറയുന്നത് നമ്മളൊരു സാധനം സേവ് ചെയ്യണ സ്ഥലമാണ് ഫോൾഡർ എന്ന് പറയുന്നത്. ബാക്കി കോളം സെല്ലും ആയിരിക്കും നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കാൻ സാധ്യതയുള്ളത്. ചിലപ്പോൾ ഈ ഫോൾഡറിനൊക്കെ പകരം റോ എന്ന് വേണമെങ്കിൽ കൊടുത്തുകൊണ്ടിരിക്കും. പക്ഷെ നിങ്ങൾ അതുകൊണ്ടൊന്നും കൺഫ്യൂഷൻ അടിക്കണ്ട. നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് സെല്ലാണ്. കോളം അല്ല, റോയും അല്ല, ജസ്റ്റ് സെല്ല് മാത്രം. ആ റെക്റ്റാങ്കുലർ ബോക്സസിനെ വിളിക്കുന്ന പേര് സെല്ല്. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് കിടക്കാം. ഇത് നമ്മുടെ KSEB ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്, പക്ഷെ അത് IT ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം. KSEBയുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയർ എന്നാണ്, അതാണ് നമ്മുടെ ചോദ്യമായിട്ട് വരുന്നത്. അപ്പം നമുക്ക് നോക്കാം. KSEBയുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയർ നമ്മൾ പല ആവശ്യങ്ങൾക്കും KSEB കറണ്ട് ആസിഡ് മൊബൈൽ വഴി നമ്മൾ അടയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ മൊബൈൽ വഴി അടയ്ക്കണത് ഏത് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം ഏത് ആപ്ലിക്കേഷനാണെന്ന്. ഒരുമ എന്ന് പറയുന്ന KSEBയുടെ നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഒരുമ. ഈ ഒരുമയാണ് KSEBയുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആയിട്ട് ഉള്ളത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രിന്റർ? നമ്മൾ താഴെ തന്നിരിക്കുന്ന ഏതാണ് പ്രിന്ററിന്റെ വിഭാഗത്തിൽ അല്ലാത്തതെന്നാണ് നമ്മുടെ ചോദ്യം. നമുക്ക് നോക്കാം. ഓപ്ഷൻസ് ഉണ്ടാവും. അതേ ഓപ്ഷൻസ് ഉണ്ട്. ഡോട്ട് മെട്രിക്സ്, ഇങ്ക് ജെറ്റ്, ലേസർ ജെറ്റ്, ഡോട്ട് ജെറ്റ്. അപ്പോൾ നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്നുകൂടി വായിക്കാം. ഡോട്ട് മെട്രിക്സ് സോറി. പിന്നെ ഉള്ളത് ഇങ്ക് ജെറ്റ്, ലേസർ ജെറ്റ്, ഡോട്ട് ജെറ്റ്. നമ്മൾ ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ ഒന്നും സാധ്യതയില്ല മനസ്സിലാക്കാൻ. നന്നായിട്ട് പഠിച്ചിരുന്നാൽ മാത്രമേ നമുക്ക് ഈ ചോദ്യത്തിനുള്ള ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. അതായത് ഉത്തരമായിട്ട് വരുന്നത് ഡോട്ട് ജെറ്റാണ് ഉത്തരമായിട്ട് വരുന്നത്. ബാക്കിയുള്ള മൂന്ന് തരത്തിലുള്ള പ്രിൻ്റർ ഉണ്ട്. ഈ 3 തരത്തിലുള്ള പ്രിൻ്റർ ഉണ്ട്. ഇതിൽ കൂടുതൽ തരത്തിൽ പ്രിൻ്റർ ഉണ്ട്. ജസ്റ്റ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻ്ററുകൾ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഫുൾ ഫോം ഓഫ് GPS-ൻ്റെ ഫുൾ ഫോം എന്താണ് എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. അതായത് GPS നമ്മളെ നിർമ്മിച്ചിരിക്കുന്നത് ഏത് രാജ്യമാണെന്ന് വെച്ചാൽ അമേരിക്കയാണ് GPS നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ GPS-ൻ്റെ ഫുൾ ഫോം എന്താണെന്നാണ് നമ്മുടെ ചോദ്യം. അതായത് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ആണ് ഉത്തരമായിട്ട് വരുന്നത്. GPS-ൻ്റെ ഫുൾ ഫോം ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അതായത് ജനറൽ നോളജ് വിഭാഗത്തിൽ 2 ചോദ്യം ഞാൻ പറഞ്ഞു. ഇതിനകത്ത് തന്നെ ഈ GPS എന്ന് പറയുന്ന സംഭവം ഏത് രാജ്യമാണ് കണ്ടുപിടിച്ചതെന്ന് പറയുന്നത് അമേരിക്കയാണ്. അതേപോലെ തന്നെ GPS-ൻ്റെ ഫുൾ ഫോം ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റമാണ്. ഇനി നമ്മൾ ജസ്റ്റ് നമ്മളെ ലിറ്റിൽ കൈസിന് വരണ പോർഷൻസ് ഒന്ന് നോക്കാനുണ്ടോ. അപ്പോൾ ലിറ്റിൽ കൈസിന് വരണ പോർഷൻസാണ് നമ്മൾ ഇനിയായിട്ടൊന്ന് ചെക്ക് ചെയ്യാൻ പോണത്. അതായത് 8ാം ക്ലാസ്സിലെ പാഠപുസ്തകം, 8ാം ക്ലാസ്സിലെ മാത്രമല്ല 5, 6, 7 തുടങ്ങി 8 വരെയുള്ള പാഠപുസ്തകത്തിലെ ICT പാഠപുസ്തകത്തിലെ കുറച്ച് ചോദ്യങ്ങൾ, അതായത് അതിനകത്തുനിന്ന് 1 വേഡ് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളായിരിക്കും അഭിരുചി പരീക്ഷയിൽ വരണത്. അതേപോലെ കൂടുതലും വരണത്. പിന്നെ അതിനുശേഷം കൊടുത്തിരിക്കുന്നത് 2020-21 വർഷത്തിലെ കൈറ്റ് വിക്ടേഴ്സിലൂടെ സംപ്രേഷണം ചെയ്ത 8ാം ക്ലാസ്സിലെ ICT ക്ലാസ്സുകൾ. അപ്പോൾ ക്ലാസ്സുകളൊക്കെ നന്നായിട്ട് കാണണം. നമ്മളെ ICT ക്ലാസ്സുകളൊക്കെ കണ്ടാൽ മാത്രമാണ് അതിലും പല ജനറൽ നോളജ് നമുക്ക് കിട്ടുന്നുണ്ട്. അത് ആ IT വിക്ടേഴ്സിൻ്റെ ക്ലാസ്സിൽ കാണുമ്പോൾ തന്നെ പല ജനറൽ നോളജും കിട്ടുന്നുണ്ട്. നമ്മുടെ വീഡിയോയിൽ പലതും ഉള്ളതും IT വിക്ടേഴ്സിൻ്റെ വീഡിയോയിൽ സാറുമാർ പറഞ്ഞേക്കണ ചോദ്യങ്ങൾ തന്നെയാണ്, നമ്മുടെ പാഠപുസ്തകത്തിലുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ അത് രണ്ടാമത്തത്. പിന്നെ മൂന്നാമതായിട്ട് IT മേഖലയിലെ പൊതുവിജ്ഞാനം, അതായത് ജനറൽ നോളജാണ് ഉദ്ദേശിക്കുന്നത്. IT ജനറൽ നോളജാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ അതിന് അത്യാവശ്യമായിട്ടുള്ളത് കൊടുക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അധികം ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മളെ ലിറ്റിൽ കൈസ് എന്ന് പറയുന്നത് 8ാം ക്ലാസ്, നമ്മളിപ്പോൾ 8ാം ക്ലാസ്സിലായിട്ടുള്ളൂ. അപ്പം ഈ 8ാം ക്ലാസ്സിൽ പഠിക്കേണ്ടവർക്ക് ആ രീതിയിലുള്ള ഒരു പരീക്ഷ തന്നെയായിരിക്കും ഇത്.
നിങ്ങൾ പേടിച്ചൊന്നും എഴുതാൻ പോകണ്ട. കാരണം ജസ്റ്റ് നിങ്ങളൊന്ന് ഫണ്ണാക്കി എടുത്ത് എഴുതാൻ പോയാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ICT മേഖലയിലുള്ള പൊതുവിജ്ഞാനം എന്ന് പറയുമ്പോൾ കൂടുതലൊന്നും നിങ്ങൾ പഠിച്ചു വെക്കണ്ട. ജസ്റ്റ് നിങ്ങൾ നമ്മളെ വീഡിയോയിൽ തന്നെ കുറേ ചോദ്യങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇപ്പം നമ്മളെ മൗസ് നിർമ്മിച്ചത് ആരാണ്? ഡഗ്ലസ് ഏഞ്ചൽബർട്ട്. അതേപോലെ തന്നെ ടച്ച് സ്ക്രീൻ നിർമ്മിച്ചത് ആരാണ്? പെൻസ്റ്റം. അങ്ങനെ നമുക്ക് കോമൺ ആയിട്ടുള്ളത് മാത്രം നിങ്ങൾ പഠിക്കുക. നമുക്ക് നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നതായിട്ടുള്ള സംഭവങ്ങൾ കണ്ടുപിടിച്ചത് ആരാണ്? പിന്നെ ചെറുതായിട്ട് ജനറൽ നോളജും പഠിച്ചാൽ മതി. അത്ര ഇതിൻ്റെ ആവശ്യമുള്ളൂ. അധികം കട്ടിയുള്ള ചോദ്യങ്ങളൊന്നും നിങ്ങൾ ജസ്റ്റ് പഠിക്കണ്ട. അതൊക്കെ വിട്ട് കളയുക. അതൊക്കെ നമുക്ക് നമ്മൾ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും എത്തുമ്പോൾ പഠിക്കും. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് വരുന്നത് പ്രോഗ്രാമിംഗ് യുക്തമായി ബന്ധപ്പെട്ട മേഖലയാണ്. അപ്പോൾ ഈ പ്രോഗ്രാമിംഗ് യുക്തമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ നമ്മൾ പല ചോദ്യങ്ങളും നമ്മൾ വീഡിയോയിൽ തന്നെ ശ്രദ്ധിച്ചിരുന്ന് കഴിഞ്ഞാൽ കാണാവുന്നതാണ്. ഇടയ്ക്കൊക്കെ വെച്ച് ഓരോ ചോദ്യങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ കൂടുതൽ ഈ പ്രോഗ്രാമിംഗ് ആയിട്ട് ബന്ധപ്പെട്ടൊന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം അതൊക്കെ നമ്മൾ മുതിർന്ന ക്ലാസ്സുകളിൽ പഠിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ഞാൻ ഒരു ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഫസ്റ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആരാണെന്ന് ചോദിച്ചിരുന്നു. അപ്പം ആഡാ ലവ്ലേസ്. അങ്ങനെയൊക്കെ ജസ്റ്റ് പ്രോഗ്രാമിംഗ് ആയിട്ടുള്ളത് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിരുന്നാൽ മതി. അത് നമ്മളെ വീഡിയോയിൽ നമ്മൾ പല ചോദ്യങ്ങൾ അതേപോലത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് അഭിരുചി പരീക്ഷയിൽ ഉൾപ്പെടുത്തിയ ഭാഗങ്ങളായിട്ട് വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാൻ നമ്മൾ ചെറുതായിട്ടൊരു ബ്രേക്ക് എടുത്ത മാതിരിയുള്ള രീതിയിൽ എടുത്തതാണ് സംഭവം. ഈ ചോദ്യം ഇതെന്തൊക്കെയാണ് വരാൻ സാധ്യതയുള്ള വരുന്നതെന്ന് ജസ്റ്റ് പറഞ്ഞു പോയെന്നുള്ളൂ. ഒരു ബ്രേക്ക് പോലെ നിങ്ങൾക്ക് ബോറടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ജസ്റ്റ് ഒരു ബ്രേക്ക് എടുത്താണ്. അപ്പോൾ നമുക്കിനി വീണ്ടും ക്ലാസ്സിലേക്ക് തുടരാം. അടുത്തായിട്ട് വരുന്നത് നെർവ് സെൻറ്റർ ഓഫ് ദ കമ്പ്യൂട്ടർ. നെർവ് സെൻറ്റർ ഓഫ് ദ കമ്പ്യൂട്ടറാണ് അടുത്ത ചോദ്യം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്താ സംഭവം എന്ന്. അതായത് എല്ലാവർക്കും അറിയാവുന്ന സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അഥവാ CPU ആണെന്ന്. അപ്പോൾ പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നെർവ് സെൻറ്റർ ഓഫ് ദ കമ്പ്യൂട്ടർ ഏത് ആണ് എന്നാണ് നമ്മുടെ ചോദ്യം. നെർവ് സെൻറ്റർ ഓഫ് ദ കമ്പ്യൂട്ടർ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ALU, CPU, കൺട്രോൾ യൂണിറ്റ്, മെമ്മറി യൂണിറ്റ്. അപ്പോൾ ഈ CPU നമുക്ക് അപ്പം തന്നെ ക്യാൻസൽ ചെയ്ത് കളയാം. കാരണം അത് ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നതാണ്. അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് ഒന്ന് നോക്കാം. നമുക്ക് കൺട്രോൾ യൂണിറ്റ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഈ ഓപ്ഷൻ A ആയിട്ട് വന്നിരിക്കുന്ന ALU എന്ന് പറയുന്നത് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ആണ്. പിന്നെ മെമ്മറി യൂണിറ്റ് അത് നമ്മളെ നെർവ് സെൻറ്റർ ഓഫ് ദ കമ്പ്യൂട്ടർ എന്നല്ല അറിയപ്പെടുന്നത്. ഈ കൺട്രോൾ യൂണിറ്റ് ആണ് നെർവ് സെൻറ്റർ ഓഫ് ദ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ദ സ്പീഡ് ഓഫ് ഹാർഡ് ഡിസ്ക് ഈസ് മെഷേർഡ് ഇൻ. ഹാർഡ് ഡിസ്കിൻ്റെ പടം നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. അപ്പോൾ ദ സ്പീഡ് ഓഫ് ഹാർഡ് ഡിസ്ക് ഈസ് മെഷേർഡ് ഇൻ. ഉത്തരം നമുക്ക് നോക്കാം. ഓപ്ഷൻസ് ആയി തന്നെ നോക്കാം. ഓപ്ഷൻ A ആയിട്ട് വന്നിരിക്കുന്നത് റെവല്യൂഷൻ പെർ മിനിറ്റ് ആണ്. ഓപ്ഷൻ B പിക്സൽസ് പെർ ഇഞ്ച്. ഓപ്ഷൻ C സാമ്പിൾസ് പെർ ഇഞ്ച്. അപ്പോൾ ഇതിന് ഉത്തരമായിട്ട് വരുന്നത് റെവല്യൂഷൻ പെർ മിനിറ്റ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. അതായത് RPM എന്നാണ് അതിന് ഷോർട്ടായിട്ട് വിളിക്കുന്ന പേര്. അതായത് നമ്മുടെ സ്പീഡ് ഓഫ് ഹാർഡ് ഡിസ്ക് ഈസ് മെഷേർഡ് ഇൻ റെവല്യൂഷൻ പെർ മിനിറ്റ് അഥവാ RPM. ഓർത്തിരിക്കുക, RPM. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് മെമ്മറി. മെമ്മറിയുടെ ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതാണെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോണതാണ്. ബിറ്റാണ് ഉത്തരമായിട്ട് വരുന്നത്. പലർക്കും അറിയാവുന്ന ഒരു ചോദ്യം തന്നെയാണ് സംഭവം. ബിറ്റാണ്. അതേപോലെ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണെങ്കിലും നമ്മളെ ജനറൽ നോളജ് വിഭാഗത്തിൽ നിന്ന് ചോദ്യം തന്നെയാണ് അടുത്ത ചോദ്യം. 1 ബൈറ്റ് ഈക്വൽ ഡാഷ് ബിറ്റ്. ഒരു ബൈറ്റ് എത്ര ബിറ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 8 ബിറ്റാണ് ഒരു ബൈറ്റ് എന്ന് പറയുന്നത്. 8 ബിറ്റാണ് ഒരു ബൈറ്റ്. അതായത് ബിറ്റ് ചെറുതും ബൈറ്റ് വലുതുമാണ്. അപ്പോൾ 8 ബിറ്റാണ് ഒരു ബൈറ്റ് എന്ന് പറയുന്നത്. ഇനി 1 KB എല്ലാവർക്കും സുപരിചിതമായ ഒരു സംഭവമാണ്. 1 KB എത്ര ബൈറ്റാണ് എന്നാണ് നമ്മുടെ ചോദ്യം. അതായത് 1024 ബൈറ്റാണ് 1 KB എന്ന് പറയുന്നത്. 1 MB എന്ന് പറയുന്നത് 1024
KB ആണ്. അങ്ങനെയാണ് നമ്മുടെ ആ ഓർഡർ അങ്ങോട്ട് പോകുന്നത്. പിന്നെ 1 MB അത് കഴിഞ്ഞാൽ 1 GB ആണ് നടക്കുന്നത്. അത് 1024 MB ആണ് 1 GB എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമുക്ക് പോണത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് ഫങ്ഷൻ കീ ഓൺ എ കീബോർഡ്. നമ്മൾ കീബോർഡിൻ്റെ ഏറ്റവും ടോപ്പായിട്ട് കുറേ ഫങ്ഷൻ കീസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എത്ര ഫങ്ഷൻ കീ ഉണ്ടെന്നാണ് നമ്മുടെ ചോദ്യം. നമുക്ക് നോക്കാം. ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ ആയിട്ട് തന്നിരിക്കുന്നത് 8, ഓപ്ഷൻ ബി 14, ഓപ്ഷൻ സി 12, ഓപ്ഷൻ ഡി 7. അപ്പം നിങ്ങൾക്ക് മിക്കവർക്കും അറിയാവുന്ന ഒരു ചോദ്യം തന്നെയാണ്. ഫങ്ഷൻ F1 തുടങ്ങി F12 വരെയാണ് ഫങ്ഷൻ കീസായിട്ടുള്ളത്. മുകളിൽ നമ്മുടെ കീബോർഡിൻ്റെ ടോപ്പ് മോസ്റ്റ് കാണാൻ പറ്റും ഈ ഫങ്ഷൻ കീസ്. അപ്പോൾ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആയിട്ടുള്ള 12 ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാനും അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾക്ക് ഒരു ചോദ്യവും കൂടി ഇടാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചോദ്യം ഇടണം, എല്ലാവരും ഇടണം. കാണുന്നവരൊക്കെ നമ്മളുടെ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ചോദ്യം ഇടണം. അപ്പം എല്ലാ കൂട്ടുകാർക്കും ഉപകാരപ്പെടും. അപ്പോൾ നമ്മളൊരു പുണ്യപ്രവർത്തി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമൊന്നുമില്ല. ജസ്റ്റ് ഒരു ചോദ്യം ഇട്ടാൽ പോരെ. അപ്പോൾ ഒന്ന് ഇടാൻ ശ്രമിക്കുക എല്ലാവരും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. അയ്യോ, അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നു. ഈ വൈൻഡപ്പ് ചെയ്യണതിന് മുമ്പ് ഒരു കാര്യം ഉണ്ട്. അതായത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരിപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അപ്പോൾ നമ്മൾ ബെല്ലൈക്കണോണി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ എന്ന് പറയുമ്പോൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണാം. ബൈ.